ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, ദൈവമായ കർത്താവിന് ഏറെ പ്രിയങ്കരമായ ഒരു സംഗതിയാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധം. സ്നേഹബന്ധങ്ങൾ, സാഹോദര്യ ബന്ധം, മാതാപിതാക്കളുടെ ബന്ധം, ഭാര്യ ഭർത്തൃബന്ധം, ദൈവ മനുഷ്യ ബന്ധം, ഇങ്ങനെയുള്ള വിവിധങ്ങളായ ബന്ധങ്ങളുടെ ശ്രേണികൾ നമുക്ക് മനുഷ്യ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ, വിവിധ കാലങ്ങളെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചില അനുഭവങ്ങൾ. വിശുദ്ധ ഗ്രന്ഥത്തിൽ രണ്ട് സഹോദരങ്ങളുടെ ബന്ധത്തെ ഹൃദയസ്പർശിയായ വിധത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലാണ് വളരെ ശ്രേഷ്ഠമായ എന്നാൽ സങ്കടകരമായ വിധത്തിൽ ഒരു സാഹോദര്യ ബന്ധത്തിൻ്റെ കഥ. നമുക്കറിയാവുന്നതുപോലെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കായേൻ്റെയും ആബേലിൻ്റെയും കഥയാണ്. രണ്ട് സഹോദരങ്ങൾ, ആദത്തിൻ്റെയും ഹവ്വായുടെയും ആദ്യ മാതാപിതാക്കളുടെ ഉന്നതരായ 2 മക്കൾ, എല്ലാം കൊണ്ടും സ്വർഗ സൗഭാഗ്യം അനുഭവിച്ചിരുന്ന പറുദീസായുടെ സന്തോഷത്തിലായിരുന്ന ആദ്യ മാതാപിതാക്കൾക്ക് എല്ലാം ദൈവം കൊടുത്തിട്ടും നഷ്ടപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലും കൂടെ വേണം ഈ സഹോദരങ്ങളുടെ കഥ നമ്മൾ മനസ്സിലാക്കാൻ. ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഈ 2 സഹോദരങ്ങളും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അവർ തമ്മിലുള്ള ബന്ധങ്ങളുടെ അളവുകോൽ. ദൈവത്തോടുള്ള ബന്ധമാണ് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു മാനദണ്ഡമെന്ന് ഇവരുടെ ജീവിതം വരച്ചു കാണിക്കുന്നുണ്ട്. ഈ 2 സഹോദരങ്ങളിൽ നമുക്കറിയാം, കഥ നീളുകയാണ്. കായേൻ ഒരു കർഷകനെ പോലെ ജീവിച്ചു. ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആരാധനാക്രമപരമായ ബന്ധം, അദ്ദേഹത്തിൻ്റെ കാർഷിക വസ്തുക്കൾ, ഉൽപ്പന്നങ്ങൾ കാഴ്ചവെക്കുന്നതിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയോ അല്ലയോ, ഒരു കേവലം ചടങ്ങെന്ന പോലെ അദ്ദേഹത്തിൻ്റെ കാഴ്ച വസ്തുക്കൾ ബലിവസ്തുക്കളായി ദൈവത്തിന് സമർപ്പിക്കുന്നതിൽ ഒരു തരത്തിലുമുള്ള പ്രത്യേകതകളും കൽപ്പിക്കുന്നില്ല. എന്നാൽ അതേസമയം ദൈവത്തിന് കാഴ്ചവെക്കുന്ന കാഴ്ച വസ്തുക്കളിൽ ഒരു ശ്രദ്ധ, മോശമായ കാര്യങ്ങൾ അർപ്പിക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തിരുന്നുവോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ തൻ്റെ അധ്വാനത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് കാഴ്ചവെക്കാൻ തുടങ്ങുമ്പോൾ അത് ദൈവത്തിന് ഒരു സ്വീകാര്യമായ രീതിയിൽ ആയിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, ജീവിതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കാൻ ചെല്ലുമ്പോൾ, ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാഴ്ചവെക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായി ഇതിനെ കാഴ്ചവെക്കണം എന്നുള്ള ഒരു ധ്വനി നാം മനസ്സിലാക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഈ കായേൻ്റെ കാഴ്ചവസ്തുക്കളിൽ ദൈവം സംപ്രീതനാകുന്നില്ല. കാരണം അദ്ദേഹം കാഴ്ചവെച്ച വസ്തുക്കളുടെ ന്യൂനതകളാണ്. കാഴ്ചവെച്ച വസ്തുക്കളുടെ ന്യൂനതകളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ വികലമായ മനസ്സാണ്. വികലമായ മനസ്സോടുകൂടി അർപ്പിക്കുന്ന വലിയ വസ്തുക്കൾ എങ്ങനെ ദൈവത്തിന് സ്വീകാര്യമാണ്? കാഴ്ചവസ്തുക്കൾ വെടിപ്പും വിലയുള്ളതാണെങ്കിലും കാഴ്ച അർപ്പിക്കുന്നവൻ്റെ അന്തരംഗം, അവൻ്റെ മാനസിക നില ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ലെങ്കിൽ പിന്നെ ബലി എങ്ങനെ സ്വീകാര്യമാണ്? അതർപ്പിക്കുന്ന വസ്തുവിൽ, അതർപ്പിക്കുന്ന വ്യക്തിയിൽ ദൈവം എങ്ങനെ സംപ്രീതനാണ്? ഏതായാലും കായേൻ്റെ ബലിയർപ്പണത്തിൽ കായേൻ്റെ ജീവിതത്തെ തന്നെയും ദൈവത്തിന് സ്വീകാര്യമായ ഒന്നായിരുന്നില്ല. എന്നാൽ അതേസമയം കായേൻ്റെ സഹോദരനായ ആബേലുണ്ട്. വളരെ മനോഹരം, ഹൃദയസ്പർശിയായ ഒരു കഥയാണിത്. ആബേലിൻ്റെ ജീവിതം നോക്കുക. ആബേല് ഒരു ആട്ടിടയനെ പോലെ ജീവിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട പങ്ക്
ഉൽപ്പന്നങ്ങളുടെ പ്രധാനപ്പെട്ട പങ്ക്, ശ്രേഷ്ഠമായ പങ്ക് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായതിനെ തിരഞ്ഞെടുത്ത് അദ്ദേഹം ദൈവത്തിന് കാഴ്ചയർപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ മനോഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ, അതാണ് ദൈവത്തിന് സ്വീകാര്യമായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബലിയർപ്പണത്തിൽ, ആബേലിൻ്റെ ബലിയർപ്പണത്തിൽ ദൈവം സംപ്രീതനാകുന്നു. ദൈവം സംപ്രീതനാകുന്ന ഒരു വ്യക്തിത്വം, ദൈവം തിരസ്കരിക്കുന്ന മറ്റൊരു വ്യക്തിത്വം. ഈ സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ കാരണങ്ങൾ ഇതാണ്. ദൈവത്തോടുള്ള ബന്ധമാണ്. ആരാധനാക്രമപരമായ അല്ലെങ്കിൽ ആരാധനയിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു ബന്ധമാണ്. ആരാധന എന്ന് പറയുന്ന ദൈവത്തോടുള്ള ബന്ധം സൂക്ഷിക്കുന്ന ആ കാര്യം, അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമായി കണക്കാക്കേണ്ടിയിരിക്കുന്നു, പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവരെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ കായൻ്റെ ബലി സ്വീകരിക്കാതെയും ആബേലിൻ്റെ ബലി സ്വീകരിക്കുകയും ചെയ്യുന്ന ദൈവം. പക്ഷെ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയിലാണ് കായൻ കുപിതനായത്. ദൈവം സഹോദരൻ്റെ ബലിയും ബലിവസ്തുക്കളും സ്വീകരിച്ചു. അതിൻ്റെ കാരണം അദ്ദേഹം അന്വേഷിക്കുന്നില്ല. ദൈവം തന്നെ തള്ളിക്കളഞ്ഞെന്നും എന്നാൽ അതേസമയം ആബേലിനെ സ്വീകരിക്കുന്നുവെന്നും മനസ്സിലാക്കിയിട്ട് സ്വന്തം സഹോദരനോട് അസൂയ മൂത്തു. ഇങ്ങനെ മനസ്സ് മരവിച്ച് നിരാശപ്പെട്ട് മുഖം കറുത്ത് നടക്കുന്ന കായനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനമാണ്. ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഈ വചനം ഇന്നും ജീവിക്കുകയാണ്. ഉചിതമായത് പ്രവർത്തിച്ചാൽ നീ സ്വീകാര്യനാണ്. ഉചിതമല്ലാത്തത് പ്രവർത്തിച്ചാലോ നീ സ്വീകാര്യനല്ല. ഈ സ്വീകാര്യത ആര് സ്വീകരിക്കുന്നുവോ അവരെ അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. മനുഷ്യരുടെ സ്വീകാര്യത അല്ലെങ്കിൽ മനുഷ്യർ സ്വീകരിക്കുന്നതല്ല, ദൈവം സ്വീകരിക്കുന്നു. ദൈവം ഹൃദയങ്ങളെ കാണും. അപ്പോൾ ഉചിതമായത് പ്രവർത്തിച്ചാൽ നീ സ്വീകാര്യനാകും. ഈ ഉചിതമായത് കാണാനും ഉചിതമായത് ചിന്തിക്കാനും ഉചിതമായത് പ്രവർത്തിക്കാനുമുള്ള ഒരു സ്വാഭാവിക കഴിവുണ്ട്. അത് തിരിച്ചറിയലിൻ്റെ കഴിവാണ്. ദ പവർ ഓഫ് ഡിസേൺമെൻറ്റ് എന്നാണ് പറയുന്നത്. തിരിച്ചറിയാനുള്ളൊരു കഴിവ്. എന്താ തിരിച്ചറിയേണ്ടത്? ജീവിതത്തിൻ്റെ പാഠങ്ങൾ. നിന്റെ ജീവിതത്തെ ആകമാനം വിലയിരുത്തിക്കൊണ്ട് ചില തിരിച്ചറിവുകൾ നടത്താനുണ്ട്. തിരിച്ചറിയണം, ഡിസേൺ ചെയ്യണം. ഉചിതമായത് പ്രവർത്തിച്ചാൽ നീ സ്വീകാര്യനാകും. അപ്പം നിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഉചിതമല്ല. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാ ജീവിതത്തിൽ. ദേവാലയ കാര്യങ്ങളിൽ സംബന്ധിക്കുന്നവരാ, ശ്രദ്ധിക്കുന്നവരാ, പതിവനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുടക്കം വരുത്താത്തവരാ, അങ്ങനെ എല്ലാം കൃത്യം ചെയ്തു പോകുന്നവരാ. പക്ഷേ നമ്മളുടെ ജീവിതം, പ്രത്യേകിച്ച് ആരാധനയിലുള്ള പങ്കുചേരൽ ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ്. ഉചിതമായത് പ്രവർത്തിച്ചാൽ മാത്രമേ സ്വീകാര്യതയുള്ളൂ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കും. ഉചിതമായത്. ഇന്നത്തെ ഈ ലോകം ഉചിതമല്ലാത്തത് മാത്രം ചെയ്യിപ്പിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു ലോകമാണ്. ഉചിതമല്ലാത്തത് മാത്രം, ഉചിതമായതിനെ മാറ്റി നിർത്തി ഉചിതമല്ലാത്തതിനെ തിരഞ്ഞെടുക്കാൻ, അത് ചെയ്യിപ്പിക്കുന്ന ഒരു ലോകമാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ ഉചിതമായത് പ്രവർത്തിക്കാൻ, ഏറ്റവും ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാനുള്ള ഒരു പവർ ഓഫ് ഡിസേൺമെൻറ്റ്, ഒരു തിരിച്ചറിയാനുള്ളൊരു കപ്പാസിറ്റി അത് നമുക്കുള്ളത് നമ്മൾ വർദ്ധിപ്പിക്കണം. ഈ തിരിച്ചറിയൽ ദൈവം ആവശ്യപ്പെടുകയാണ്. ചില മുന്നറിയിപ്പുകൾ കൊടുത്തുകൊണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കുക. അതൊരു മുന്നറിയിപ്പാണ്. പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കുക. അപ്പം നമ്മുടെ ഡിസേൺമെൻറ്റിന്, തിരിച്ചറിവുകൾക്ക് ചില മുന്നറിയിപ്പുകൾ ഏറെ പ്രയോജനപ്രദമാണ്. ദൈവത്തിൻ്റെ വചനങ്ങളുടെ നല്ലൊരു ഭാഗവും നമുക്ക് മുന്നറിയിപ്പുകളായിട്ട്, ആയിട്ടുള്ള മുന്നറിയിപ്പായിട്ട് നൽകപ്പെട്ടിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നല്ലൊരു ഭാഗം. അപ്പോൾ ദൈവം തരുന്ന മുന്നറിയിപ്പുകൾ അത് വേണ്ടതുപോലെ ഗ്രഹിക്കാനുള്ള ഒരു ശക്തി, ഒരു പവർ ഡിസേൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്, തിരിച്ചറിയലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കുക. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിലും നമ്മുടെ ഈ കാലഘട്ടത്തിലും നമ്മുടെ തലമുറകളെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. വാതിൽക്കൽ തന്നെ പതിയിരിക്കുന്ന പാപം
അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ കഴിവില്ലായ്മ, പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മുടെ തലമുറകളുടെ മാനസിക അവസ്ഥ. അപ്പോൾ ദൈവം പറയുകയാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ തൊട്ടടുത്ത് തന്നെ, നിന്നോട് കൂടെ തന്നെ, നിന്റെ നിഴലായിട്ട് തന്നെ നിന്നെ വീഴിക്കുന്ന പാപം പതിയിരിക്കുന്നുണ്ട്. പാപം വീഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം അധോഗതിയാണ്. ദൈവം പിന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ കൊണ്ടുവരും. എങ്കിലും ഈ കാര്യങ്ങൾ ആത്മീയ ചിന്തയ്ക്ക് വക നൽകുന്ന രീതിയിൽ ദൈവം പറയുകയാണ്, പാപം പടിവാതിലിൽ തന്നെ ഇരിപ്പുണ്ട്, നീ പ്രത്യേകം ശ്രദ്ധിക്കണം. കായനെ സംബന്ധിച്ച് ഈ മുന്നറിയിപ്പൊന്നും അദ്ദേഹം ചെവിക്കൊണ്ടില്ല. അപ്പോൾ നമ്മുടെ ഈ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ടുള്ള ഈ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റിയെ ചില കാര്യങ്ങൾ അവയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. അപ്പം നമ്മുടെ ഈ തിരിച്ചറിയാനുള്ള കഴിവിനെ മങ്ങലേൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നമ്മളുടെ മനുഷ്യർക്കുണ്ടാകുന്ന ഒരു വലിയ അസൂയയാണ്. മറ്റുള്ളവരുടെ നന്മയിലും വളർച്ചയിലും എൻ്റെ ഹൃദയത്തിലും മനസ്സിലും തോന്നിപ്പിക്കുന്ന ചില ഒരു പ്രത്യേകതയാണ്. അവർക്കുണ്ടാകുന്ന നന്മകളിൽ ഞാൻ അസ്വസ്ഥനാണ്. ഈ അസ്വസ്ഥത ശരിയായിട്ടുള്ളവ തിരഞ്ഞെടുക്കാൻ എനിക്ക് തടസ്സമായിട്ട് നിൽക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ കാർന്നു തിന്നുന്ന മറ്റൊരു തിന്മയാണ് വിദ്വേഷം. അത് ബന്ധങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നൊരു സംഗതിയാണ് വിദ്വേഷം. ഈ കായൻ്റെ ജീവിതത്തിൽ സഹോദരനോടുള്ള വിദ്വേഷം ആളിക്കത്തുകയാണ്. ആ വിദ്വേഷത്തിൻ്റെ നിഴലിൽ മറഞ്ഞിരുന്ന കായന് വേണ്ട തരത്തിൽ ഉചിതമായി പ്രവർത്തിക്കുവാൻ, ഉചിതമായവ തിരഞ്ഞെടുക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കുന്നില്ല. ഉചിതമായത് പ്രവർത്തിച്ചാലാണ് സ്വീകാര്യത ഉണ്ടാവുക, നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അസൂയ കൊണ്ടും വിദ്വേഷം കൊണ്ടുമൊക്കെ അതിൻ്റെ നിഴലുകൾ വീശിയിരുന്ന കായനെ സംബന്ധിച്ച് ഉചിതമായത് തിരഞ്ഞെടുക്കാൻ സാധ്യമായിരുന്നില്ല. ഈ ആദ്യ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോഴും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉചിതമായത് തിരഞ്ഞെടുക്കാൻ അവർക്ക് പറ്റാതെ പോകുന്നുണ്ട്. അവിടെ തുടങ്ങിയ ഒരു പശ്ചാത്തലം ഇങ്ങോട്ട് മക്കളിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു, മക്കളിലേക്ക് തുടരുന്നത്. ഏറ്റവും അതിമോഹങ്ങൾ അതിനുള്ള പശ്ചാത്തലം ഒരുക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഡിസൈനിങ് കപ്പാസിറ്റി, ഉചിതമായത് തിരഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ പൈശാചികമായിട്ടുള്ള പ്രലോഭനങ്ങൾ, ഏറ്റവും ആകർഷകരമായിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു പ്രലോഭനം വരുമ്പോൾ പിന്നെ നമ്മുടെ സർവ്വശ്രദ്ധയും അതിലാണ്. അഭികാമ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക്, തിന്മയാണെങ്കിലും കൂടുതൽ ഇഷ്ടം തോന്നിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക്, അതിമോഹങ്ങളിലേക്ക്, വ്യാമോഹങ്ങളിലേക്ക് മനസ്സിനെ കടത്തിവിടുമ്പോൾ ഈ പവർ ഓഫ് ഡിസൈൻമെൻറ്റ് നഷ്ടപ്പെടുകയാണ്. ഉചിതമായത് ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ കഴിവ് നഷ്ടപ്പെടുകയാണ്. ദൈവം പറയുകയാണ്, ഉചിതമായത് തിരഞ്ഞെടുക്കാൻ നിനക്ക് സാധിക്കണമെങ്കിൽ നീ ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് വിമോചിതനാകണം. എങ്കിൽ മാത്രമേ നിനക്ക് സാധിക്കുകയുള്ളൂ. നിന്നെ തടസ്സപ്പെടുത്തുന്ന, ഉചിതമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ തടസ്സപ്പെടുത്തുന്നവയിൽ നിന്ന് നീ അതിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ഈ മുന്നറിയിപ്പുകളെ ശ്രദ്ധിച്ചുകൊണ്ട്, ഉചിതമായത് തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ സ്വീകാര്യത നേടുക. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവസന്നിധിയിലുള്ള സ്വീകാര്യത അതില്ലാതെ പോയത് ബലിയർപ്പണത്തിലെ അപാകത കൊണ്ട് മാത്രമല്ല, സ്വന്തം സഹോദരനോട് അവൻ്റെ കാവൽക്കാരനായിരിക്കുവാനുള്ള കാര്യത്തിൽ വിമുഖത കാണിച്ചു എന്നതുകൊണ്ട് തന്നെയാണ്. നിന്റെ സഹോദരൻ എവിടെയാ? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന മറുപടി. ഇത് പറഞ്ഞു പോയ അല്ലെങ്കിൽ സംസാരിച്ചിട്ട് പോയ കായൻ മരിച്ചു. പക്ഷെ അയാൾ പറഞ്ഞു വെച്ച ഈ വചനം ഇന്നും ജീവിക്കുക, പച്ചകെടാതെ ജീവിക്കുക. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? ഷമാർ എന്ന ഹീബ്രു വാക്ക് കാവൽക്കാരൻ, കീപ്പർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ സഹോദരൻ്റെ കീപ്പറാണോ? പ്രിയ സഹോദരങ്ങളെ, മക്കൾ സാഹോദര്യത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന സ്നേഹമുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് പിതാവായ ദൈവം. അതുകൊണ്ട് ഒരു മകനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? മക്കൾ സാഹോദര്യത്തിൽ വളരണമെന്ന്, സാഹോദര്യ ബന്ധത്തിൻ്റെ അർത്ഥം കാത്തു സൂക്ഷിച്ച് വളരണമെന്ന് ആഗ്രഹിക്കുന്ന പിതാവായ ദൈവം. അപ്പോൾ ഒരു സാഹോദര്യത്തിൻ്റെ ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ, ദൈവത്തോടുള്ള ബന്ധവും ഈ പരസ്പരമുള്ള ബന്ധവും ദൈവം ആഗ്രഹിക്കുന്ന പോലെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ.
ഈ കായൻ്റെ മറുപടി, ഞാൻ എൻ്റെ അതിനുള്ള ചോദ്യം ദൈവം ചോദിച്ചതാ, സഹോദരൻ ആബേൽ എവിടെയാ? എൻ്റെ സഹോദരൻ ആബേൽ എവിടെ? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് ചോദിച്ചത് അല്ല എന്നുള്ള രീതിയിൽ പറയാൻ തന്നെയാണ്. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനല്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഈ രക്തബന്ധം, സാഹോദര്യ ബന്ധം, ഇനി രക്തബന്ധം അല്ലെങ്കിൽ പോലും ദൈവം കൽപ്പിക്കുന്ന സാഹോദര്യത്തിൻ്റെ ബന്ധം സൂക്ഷിക്കണം. മറ്റ് സഹോദരങ്ങളുടെ കാവൽക്കാരായിട്ട് നമ്മൾ മാറണം. എല്ലാവരും ഒരുപോലെ പക്വതയുള്ളവരല്ല, പക്വത ഇല്ലാത്തവരുടെ സംരക്ഷകർ. ഒരുപോലെ അറിവുള്ളവരാകണമെന്നില്ല, അറിവില്ലാത്തവരുടെ കാവൽക്കാർ. ഒരുപോലെ ജ്ഞാനികളാകണമെന്നില്ല, ജ്ഞാനമില്ലാത്തവരുടെ കാവൽക്കാർ. സമ്പന്നരാകണമെന്നില്ല എല്ലാവരും, സമ്പത്തില്ലാത്തവരുടെ സംരക്ഷകർ. അങ്ങനെ സഹോദരങ്ങളുടെ സാഹചര്യം അനുസരിച്ച് അവരുടെ സംരക്ഷകനാകാനുള്ള ഒരു ഉൾവിളി, സാഹോദര്യത്തിൻ്റെ ബന്ധം കാത്തു സൂക്ഷിക്കാനുള്ളൊരു ഉൾവിളി കർത്താവ് നമുക്ക് നൽകുകയാണ്. കായൻ്റെയും ആബേലിൻ്റെയും ഈ കഥ സാഹോദര്യം പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ, ക്രൈസ്തവ സാഹോദര്യം പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും വലിയ പ്രേരണ, ഉത്തേജനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും നമ്മൾ ഒരു തരത്തിലെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹോദരങ്ങളാണ്. രക്തബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റേതെങ്കിലും തരത്തിൽ സഹോദരങ്ങളാണ്. ദൈവം പിതാവാണെങ്കിൽ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. സഹോദരനെ സ്നേഹിക്കാത്തവൻ അല്ലെങ്കിൽ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ എങ്ങനെ നിത്യജീവൻ വസിക്കും? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമ്മളോട് ചോദിക്കും ചോദ്യമാണ്, അല്ലെങ്കിൽ പറയുന്നൊരു കാര്യമാണ്. സഹോദരങ്ങളെ സ്നേഹിക്കാത്തവൻ ദൈവസന്നിധിയിൽ മാറ്റി നിർത്തപ്പെടുന്നവനാണ്. അതുകൊണ്ട് സാഹോദര്യം എന്ന ബന്ധം, സഹോദരപരമായ ബന്ധം കാത്തു സൂക്ഷിക്കാൻ, അത്തരത്തിലുള്ള ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ സഹോദരൻ എവിടെയെന്ന് എന്നോട് ചോദിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചോദിക്കുമ്പോൾ, കർത്താവേ, അവർ നിൻ്റെ കൂടെയുണ്ട്, അവർ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള രീതിയിൽ മറുപടി പറയാൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു മുന്നറിയിപ്പ്, വാണിങ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ നീ പാപത്തിൽ വീഴും, തൊട്ടടുത്ത് പാപമുണ്ട്, പതിയിരിപ്പുണ്ട്. ആ മുന്നറിയിപ്പുകളും അതിനെ തുടർന്നുള്ള ഡിസേൺമെൻറ്റ്, തിരിച്ചറിവലുകളും അതിനുള്ള കപ്പാസിറ്റിയും വർദ്ധിപ്പിച്ചെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മളെല്ലാവരും ദൈവമായ പിതാവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ മക്കളെന്ന നിലയിൽ സഹോദരപരമായ ബന്ധത്തിൽ ജീവിക്കാൻ കടപ്പെട്ടവരാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ കായൻ്റെയും ആബേലിൻ്റെയും ജീവിതം, കഥ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. സഹോദരപരമായ ബന്ധം, ഇനി ഏതെങ്കിലും തരത്തിലുള്ള ദൈവികമായ ബന്ധത്തിൽ ജീവിക്കുവാൻ നാം ശ്രദ്ധിച്ചാൽ, നമ്മളാരും ഏകരായിരിക്കുവാനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ഏകരായിരിക്കുക, ഒറ്റയ്ക്കായിരിക്കുക അല്ല. നമ്മൾ സമൂഹ ജീവിയാണ്. പരസ്പരം സ്നേഹിച്ചുകൊണ്ടും സേവിച്ചുകൊണ്ടും സമൂഹത്തിൽ കഴിയേണ്ടവരാണ്. അപ്പോൾ ഒറ്റയ്ക്കായിരിക്കുന്ന രീതി അല്ല ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മളിൽ നിന്ന്. അതുകൊണ്ട് ഒരു സഹോദര സൗഹാർദ്ദ ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കും. നമ്മൾ ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിച്ചാൽ അതിനുള്ള മെച്ചം എന്താണ്, ബെനഫിറ്റ്സ് എന്താണ്? സാധാരണ മനഃശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്, സാധാരണ രീതിയിൽ ഒരു നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിച്ച നമ്മുടെ ഈ നിരാശ, അതുപോലെ ഓവർ ആങ്സൈറ്റി, ഉത്കണ്ഠയും നിരാശയും ഇല്ലാതെ ഒരു ഫ്രീ ആയിട്ട് ജീവിക്കാനായിട്ട് ചില ബന്ധത്തിലായിരിക്കുന്നത് നമ്മളെ സഹായിക്കുമെന്ന് പറയും. ഒറ്റയ്ക്ക് പോയിരുന്ന് ജീവിതം തള്ളി നീക്കുന്നതിനേക്കാൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നിരാശയും അതുപോലെ ചില ഉത്കണ്ഠകളും ഇല്ലാതാക്കാൻ സഹോദരപരമായ ബന്ധം ശ്രേഷ്ഠമാണെന്ന് മനഃശാസ്ത്രജ്ഞർ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ അതും ദൈവികമായ ബന്ധങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ ഈ സെൽഫ് എസ്റ്റീം, അവനവനെക്കുറിച്ച് തന്നെയുള്ള ബോധ്യങ്ങൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കുമെന്ന് പറയും. സെൽഫ് എസ്റ്റീം, അവനവനെക്കുറിച്ച് തന്നെയുള്ള ഇംപ്രഷൻ, അതിൽ നല്ല കൂട്ടുകാരൻ, നല്ല സുഹൃത്തുക്കൾ, നല്ല സഹോദരങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ ജീവിതം സമൂഹത്തിന് പ്രത്യേകം എടുത്തു കാണാൻ പറ്റും എന്നാണ് പറയുക. പുറകോട്ട് പോവുകയല്ല, മുൻപിലേക്ക് കടന്നു വരും. കാരണം നല്ലൊരു ബന്ധത്തിലായിരിക്കുക, സൗഹൃദത്തിലായിരിക്കുക, കൂട്ടായ്മയിലായിരിക്കുക, അങ്ങനെയുള്ള സാധിക്കും. ഈ ചില സാഹചര്യങ്ങളിൽ നമ്മളെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാം. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ബന്ധവുമില്ല, ആരോടൊരു ബന്ധവുമില്ല, അവൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അത് കർത്താവ് കായനോട് പറഞ്ഞ പോലെ തന്നെയാണ്. നിന്റെ മുഖം എന്താ? വികൃതമായിരിക്കുന്നത്. നിന്റെ മുഖം എന്താ? കറുത്തിരിക്കുന്നത്, കറുത്ത മുഖം.
കായേൻ സഹോദരനായ ആബേലിനോടുള്ള സഹോദരപരമായ ബന്ധം വേണ്ടതുപോലെ സൂക്ഷിക്കാത്തത് കൊണ്ട് അവൻ്റെ മുഖം വികൃതമായി. അവൻ്റെ മുഖത്ത് ഒരു വൈകൃതമാണ് ശരിക്കും പറഞ്ഞു. ഇപ്പം സാധാരണ നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ചിലർ പറയുന്നു, ബന്ധങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ, നഷ്ടപ്പെടുത്തിയാൽ ഒരു സ്വാഭാവികമായ ഒരു സങ്കടഭാവം, ഒരു ദുഃഖഭാവം മുഖത്തുണ്ടാകും. അതുപോലെ തന്നെ അനാവശ്യമായി ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതി ഉണ്ടാകും. സുഹൃത്തില്ല, കൂട്ടുകാരില്ല, ഒരു നല്ല ബന്ധത്തിലായിരിക്കാൻ പറ്റുന്നില്ല, അനാവശ്യമായിട്ടുള്ള ദേഷ്യപ്രകൃതിക്കാരിയായിട്ട് അത് മാറുകയും. അതുപോലെ തന്നെ എപ്പോഴും ടയേർഡായിരിക്കുന്ന, എക്സോസ്റ്റഡ് ആയിരിക്കുന്ന പറയാം, ടയേർഡായിരിക്കുക, ഫ്രഷായിട്ടൊന്നുമില്ല, ജീവിതം മുഴുവൻ എങ്ങനെയോ ജീവിച്ചു തീർക്കുക, എപ്പോഴും ടയേർഡാണ്, എക്സോസ്റ്റഡായി പോവുക. എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ പിന്നെ അതിലേക്കൊന്നും ഫ്രഷായിട്ടൊന്നുമില്ല, നത്തിങ്. അപ്പം അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഈ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ട ഒരു സന്തോഷമില്ലായ്മ, അതുപോലെ ഒരു നിരാശപ്പെടുന്ന അവസ്ഥ, സങ്കടകരമായ അവസ്ഥ, അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അതുപോലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും എന്ന് പറയുന്നത്. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടാൽ കൺഫ്യൂഷൻ ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ കായൻ്റെ ജീവിതം അങ്ങനെയാണ്. അവന് സഹോദരനോടുള്ള കൃത്യമായ ആ ഒരു കടമ നിർവഹിക്കാൻ പറ്റാതെ അവൻ്റെ ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യരുതാത്തെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടിയില്ല, കൺഫ്യൂസ്ഡായി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ചില സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്ന ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടാകുന്നു. നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാൻ, സഹോദരപരമായ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ നാം ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മാനസികമായി, മനഃശാസ്ത്രപരമായും കുറേയേറെ നന്മകളുണ്ടാകും. അത് ഉപരി നന്മകളിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. കായൻ എന്ന് പറയുന്ന ബിബ്ലിക്കൽ ഫിഗർ, ബൈബിളിലുള്ള കഥാപാത്രം സഹോദരനായ ആബേലിനോട് കുറച്ചും കൂടി സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ കഴിഞ്ഞു വന്നിരുന്നെങ്കിൽ അവരുടെ ജീവിതം എന്താകുമായിരുന്നു. ഏതായാലും നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കഥാപാത്രങ്ങൾ ഈ ബൈബിളിൽ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ സഹോദരങ്ങളുടെ ജീവിതത്തെ ആസ്പദമാക്കി ഏറ്റവും ഉചിതമായ കാര്യങ്ങൾ പ്രവർത്തിച്ച് സ്നേഹബന്ധങ്ങളിൽ, സഹോദര ബന്ധങ്ങളിലൊക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ, ബന്ധങ്ങളിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച, ഉന്നതമായ സമ്മാനം ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഊഷ്മളമായ സ്നേഹാദരവുകൾ.